വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ വീഡിയോ എല്ലാവരും ദയവായി കാണുകയും അത് റിക്വസ്റ്റാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യണം. വളരെ തികച്ചും യാദൃശികമായിട്ടാണ് ചാനലുകൾ തുടങ്ങാൻ തീരുമാനിച്ചത്. കാരണം പൊതുസമൂഹത്തോട് ആശയ സംവാദം നടത്തുക എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലൊരു ചാനൽ തുടങ്ങിയത്. ആദ്യം തുടങ്ങുന്നത് ഗ്രീൻ ഗ്ലോബൽ എന്നൊരു ചാനലായിരുന്നു. അതിനെ നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ മലയാളി ന്യൂസ് എന്ന പേരിൽ കുറച്ചുകൂടി അത് വിപുലീകരിച്ചു. പിന്നെ സുവാണി എന്ന് പറഞ്ഞ് കുറച്ച് പാരിസ്ഥിതിക കാര്യങ്ങളും മറ്റു കുറച്ചുകൂടി ഒരു സമാധാനപരമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുവാണി എന്ന് പറഞ്ഞൊരു ചാനൽ അത് കയറി വരുന്നതേ ഉള്ളൂ. അതേസമയം സുഭാഷിതം ചാനൽ ഒരുവിധം അത്യാവശ്യം സബ്സ്ക്രിപ്ഷൻ ആവുകയും ചാനലുകളെല്ലാം വീഡിയോകളെല്ലാം റീച്ച് ആവുകയും ചെയ്യുന്ന സ്ഥിതി. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പിന്നെ എന്തായാലും ഒരുപാട് റീച്ച്. ഇന്നലത്തെ ആഗസ്റ്റിലെ പ്രളയം എന്ന് പറയുന്നത് ഇപ്പോൾ 1 ലക്ഷത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ എന്തായാലും നല്ല റീച്ചിലേക്ക് പോകുന്ന ചാനലാണ്. ഈ ചാനലിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചാനൽ വൈവിധ്യവൽക്കരിക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനാണ് പ്രധാനമായി 4, 5, 6 വീഡിയോ ഒരു ദിവസം ഇതിൽ ചെയ്യുന്നു. പിന്നെ മറ്റു 2 ചാനൽ, എല്ലാ ചാനലുകളിലും കൂടി ഒരു 8-10 വീഡിയോ ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പിന്നെ ചില ഇൻ്റർവ്യൂകളോ ചില വാർത്തകളോ എടുത്താണ് ഇട്ട് പോകുന്നത്. പുറത്ത് പോയി വീഡിയോ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ധാരാളം എഴുതുകയും മറ്റൊരുപാട് കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സമ്പൂർണ്ണ സമയം ഈ ചാനലിന് വേണ്ടി മാത്രം ചെലവഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എൻ്റെ ഫാമിലി വിഷയങ്ങളിലുമൊക്കെ ഇത് ആവശ്യമുണ്ട്. നമുക്ക് സമയം ഒരുപാട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിന്നെ അങ്ങനെ ചെയ്യുന്ന ശരിയുമല്ല. ഒരു ഘട്ടത്തിൽ ചാലു ആവട്ടെ, ഒന്ന് ട്രാക്കിൽ കയറട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തുഴഞ്ഞത്. ഇനി കൂടെ തുഴയാൻ ഒരുപാട് ആളുകളെ ആവശ്യമുണ്ട്. പല തരത്തിലുള്ള തുഴച്ചിലിന് ആവശ്യമുണ്ട്. ഒന്നാമത്തെ വിഷയം, ഇതിന് വരുമാനമുണ്ടോ എന്ന് ചോദിച്ചാൽ വരുമാനമുണ്ട്, തീർച്ചയായും വരുമാനമുണ്ട്. പക്ഷേ പ്രശ്നം എവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ, ഏതൊരു സ്ഥാപനമായാലും ഏതൊരു മാധ്യമമായാലും തുടക്ക സമയത്ത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മാത്രമാണ് ഇത് ചെയ്യുന്നു, ഇതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇതിൻ്റെ മുഴുവൻ ലാഭം എനിക്ക് കിട്ടും. പക്ഷേ അപ്പോൾ കിട്ടുന്ന റേറ്റിന് വളരെ കുറച്ച് തുകയെ കിട്ടുള്ളൂ. പക്ഷേ കിട്ടുന്നത് നമ്മളെ കയ്യിൽ കിട്ടും. ഇത് പ്രശ്നം അതല്ല. നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള തമ്പിടുകയും പ്രൊഫഷണൽ ആളുകളെ വെച്ച് ഓൺലൈൻ എഡിറ്റിംഗ് ഒക്കെയാണ് നടത്തുക. ഷൂട്ടിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും പ്രൊഫഷണൽ ആളുകളാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രൊഫഷണൽ ആളുകൾക്ക് അവർക്ക് നല്ല പെർക്സ് കൊടുക്കണം, അല്ലെങ്കിൽ സാലറി ഓണററി കൊടുക്കണം. അല്ലാതെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യിക്കുമ്പോൾ ഇത് ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്താൽ ഇതൊരു വേറൊരു തരത്തിലേക്ക് പോകും. എന്നാൽ ലാഭം ഉണ്ടാവില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലാഭം ഉണ്ടാകും. ലോങ് റണ്ണിൽ ഇത് ലാഭമുണ്ടാവും. ആ ലാഭത്തെയും കൂടിയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ ഇതിനെ ഒന്ന് വൈവിധ്യവൽക്കരിക്കാൻ തീരുമാനിക്കുന്നു. 2 കൂടുതൽ റിസോഴ്സ് പേഴ്സൺമാരെ നമുക്ക് ആവശ്യമുണ്ട്, ഫാക്കൽറ്റികളായി ഇതിനകത്ത് വർക്ക് ചെയ്യാൻ. ഞാൻ 3-4 രൂപത്തിൽ പറയാം. താല്പര്യമുള്ളവർ എൻ്റെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യണം. ഒന്നാമതായി, ഇതിനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് തരാൻ ആവശ്യമുണ്ട്. കാരണം കുറച്ചു കാലം സാമ്പത്തിക സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സാമ്പത്തിക സപ്പോർട്ട് കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ലാഭവും നഷ്ടവും എല്ലാം ഷെയർ ചെയ്യപ്പെടും. ഇത് വളരെ കൃത്യമായി, കാരണം ഇത് അറിയാൻ പറ്റും. ഇത് എത്ര രൂപയാണ് ഓരോ മാസം വരുന്നത് നമുക്കറിയാൻ പറ്റും. കള്ളമൊന്നും ഉള്ളതല്ല. ഇത് ബാങ്ക് അക്കൗണ്ടിൽ വരുന്നതാണ്. നമുക്കിത് ഇതിൻ്റെ ഓണർ എന്നുള്ള നിലയിൽ, ലൈസൻസ് ഉള്ള ആളെന്നുള്ള നിലയിൽ എനിക്കിത് അറിയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ലാഭവും നഷ്ടവും നമുക്ക് ഷെയർ ചെയ്യപ്പെടാം. യാതൊരു തർക്കവുമില്ല. അത് പാറ്റേൺ വെച്ച് ഷെയർ ചെയ്യാം. അത് എത്ര പെർസെൻറ്റേജ് വെച്ച് നമുക്ക് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അവതാരകരായിട്ടുള്ള ഇതിൽ വിഷയങ്ങൾ അവതരിപ്പിക്കണം എന്ന് താല്പര്യമുള്ളവർ. തിരുവനന്തപുരത്താണ് ഞങ്ങൾ ഇത് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വരാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൽ വന്ന് അവതരിപ്പിക്കാം. അല്ലാതെ ഉള്ളവർക്ക് വിഷയത്തിൻ്റെ മെരിറ്റ് അനുസരിച്ച് നിങ്ങളുടെ വീഡിയോകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ആവലാതികൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ ആയിട്ടും പിന്നെ ഓഡിയോ ആയിട്ടും എടുത്തയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അത് ഒരു സാധ്യത. ഇനി അവതാരകരായിട്ടുള്ളവർക്ക് ഇതിൽ വരാൻ മറ്റൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചരിത്രം, പരിസ്ഥിതി, ആത്മീയ കാര്യങ്ങൾ, പിന്നെ ജ്യോതിഷം, ഇങ്ങനെ പല മേഖലകളുണ്ടല്ലോ. അതുപോലെ തന്നെ പിന്നെ ശാസ്ത്രകാര്യങ്ങൾ, ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ, കാലാവസ്ഥ, പിന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, കരിയറിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ പിന്നെ യോഗ, ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ എല്ലാം നമ്മളെ ചാനലിൽ ചെയ്യണമെന്നല്ല പറഞ്ഞു, മേഖലകളുണ്ട്. ഇതിൽ എക്സ്പെർട്ടൈസ് ഉള്ളവരും താല്പര്യമുള്ളവരും നാട്ടിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടന്റ് റൈറ്റർ ആവാം. അവർ കണ്ടന്റ്, ഇപ്പം ചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യയുടെയും ലോകത്തെയും അത്ഭുതങ്ങളുടെ ചരിത്രങ്ങളെക്കുറിച്ചുള്ള കണ്ടന്റ് തയ്യാറാക്കുക, അതൊരു വലിയ പണിയാണ്. ഇതിപ്പോൾ ഇത് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പരിമിതിയുണ്ട്. അപ്പോൾ കണ്ടന്റ് തയ്യാറാക്കുക, അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, അതുപോലെ തന്നെ ഇത് അവതരിപ്പിക്കുക, നല്ല ശബ്ദത്തിൽ ഇത് അവതരിപ്പിക്കുക, വോയിസ് ആയിട്ടും നേരിട്ടും വീഡിയോയിലൂടെ ഇത് അവതരിപ്പിക്കുക. പിന്നെ നല്ല പാചകരംഗം പോലുള്ള നല്ല ഉണ്ടെങ്കിൽ അങ്ങനെ മ്യൂസിക് എല്ലാം കൊടുക്കാം നമുക്ക്. പക്ഷേ എല്ലാം ആളുകളിൽ റീച്ച് ആവുന്ന നല്ല പ്രോജക്റ്റുകളായാൽ മാത്രമേ ജനങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പോൾ
അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു വൈവിധ്യവൽക്കരണത്തിന് ഇതിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഒന്ന് ഫിനാൻഷ്യൽ പാർട്ട്ണറെ അന്വേഷിക്കുന്നു, അതുപോലെ തന്നെ ടെക്നിക്കൽ പാർട്ട്ണർമാരെ നമ്മൾ അന്വേഷിക്കുന്നു, ഇതിനകത്ത് അവതാരകരായിട്ടുള്ള പ്രസൻറ്റർമാരെ നമ്മൾ അന്വേഷിക്കുന്നു, ഇതിനെ എഡിറ്റ് ചെയ്യാൻ, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും നമ്മളോടൊപ്പം കയറാം, പിന്നെ പുതിയ ചാനലുകൾ തുടങ്ങണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കാം. അത്തരത്തിൽ ഓണമാസം കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഇതിൻ്റെ വൈവിധ്യവൽക്കരണം നമ്മൾ ഓഫീസ് സംവിധാനവും ഇപ്പോൾ ചെറിയ സംവിധാനമാണ്, അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി കമ്പ്യൂട്ടറും മറ്റ് സംവിധാനങ്ങളും ക്യാമറയും ഒക്കെ, ഇപ്പോൾ ക്യാമറയുണ്ട്, പക്ഷേ അത് കൂടുതൽ വൈവിധ്യവൽക്കരിച്ചുകൊണ്ടുള്ള വളരെ വിപുലമായ ഒരു സന്നാഹത്തിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സമ്പത്ത് കയ്യിലുള്ളവർ, കാശ് കയ്യിലുള്ളവർ ദയവായി നമ്മളെ സമീപിക്കണം. കാശ് ഇങ്ങോട്ട് തരാനല്ല ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ പാർട്ട്ണർമാരായി. പിന്നെ തീർച്ചയായിട്ടും ഇതിന് നല്ല സംഭാവന തരണം നിങ്ങളെല്ലാവരും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് ഈ പിന്നെ പെയ്ഡ് വീഡിയോ ആക്കിയതുകൊണ്ട് അത്ര അങ്ങോട്ട് പോയില്ല. അപ്പോൾ ആളുകൾ പക്ഷേ എല്ലാവരും കാണുന്നവരാണ്. പെയ്ഡ് വീഡിയോ ആക്കിയപ്പോൾ അതിൻ്റെ ഒരു എന്തോ എനിക്കറിയില്ല. പക്ഷേ സാധാരണ ഒരുപാട് വീഡിയോകൾ ഞാൻ പെയ്ഡ് പണമടച്ചാണ് വീഡിയോ കാണുന്നത്. കാരണം നമ്മൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഭാഗമായി ധാരാളം വീഡിയോസ് കാണാറുണ്ട്. ഒരുപാട് വീഡിയോസിൽ നമുക്ക് പണമടച്ചാൽ മാത്രമേ അകത്തോട്ട് കയറി കാണാൻ പറ്റുകയുള്ളൂ, അല്ലാതെ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലൊന്നും ചെയ്തപ്പോൾ പോലും എടാ ഞാൻ ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ട. അപ്പം വീണ്ടും വിചാരിക്കുന്നു, നമ്മളതിനെ മാറ്റിയിട്ടുണ്ട്. അത് വീണ്ടും ആളുകൾ കണ്ടോട്ടെ എന്ന് കാണണമെന്നുള്ള നിർദ്ദേശം വന്നതിൻ്റെ ഭാഗമായി അത് മാറ്റിയിട്ടുണ്ട്, പെയ്ഡ് അല്ലാതാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് വേണ്ടത് ഞാൻ ഈ പറഞ്ഞ അത്യാവശ്യം നിങ്ങൾ കുറേ പരസ്യങ്ങൾ പിടിച്ചു തരണം. നിങ്ങൾക്കുള്ള സ്ഥാപനം കാണും, നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥാപനങ്ങൾ കാണും, കുറച്ച് പരസ്യങ്ങൾ പിടിച്ചു തരണം. അതുപോലെ തന്നെ സംഭാവനകൾ നിങ്ങൾ നൽകണം, സ്പോൺസറിങ് നിങ്ങൾ ചെയ്യണം. പിന്നെ ഇതിൻ്റെ മെമ്പർഷിപ്പ് ഫീസ് 99 രൂപ മുതൽ 199 രൂപ, 199 രൂപ എന്ന് മെമ്പർഷിപ്പ് ഉണ്ട്. ദയവായി ഇതിനകത്ത് മെമ്പർഷിപ്പ് കൂടി എടുത്ത് നിങ്ങൾ സഹായിക്കണം. കാരണം ഇതെല്ലാം ഒരു വരുമാനത്തിൻ്റെ ഭാഗമാണ്. എത്ര കണ്ട് വരുമാനം ഉണ്ടാകുമോ അത്ര കണ്ട് ഇതിനെ വൈവിധ്യവൽക്കരിക്കും, വിപുലീകരിക്കും. അതുകൊണ്ട് തന്നെ സുഭാഷിതം ചാനലിനെ നിങ്ങൾ വെറുതെ ഒരു ഇതിനകത്ത് കയറി നമുക്കെന്തെങ്കിലും ഗുണമുള്ളൊരു കാര്യമുണ്ടോ എന്ന് നോക്കി 2 മിനിറ്റ് 3 മിനിറ്റ് കണ്ട് സ്കിപ്പ് ചെയ്ത് പോകുക. നിങ്ങൾ പരമാവധി വീഡിയോ, ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ താല്പര്യമുള്ള വിഷയമല്ലെങ്കിൽ പോലും നിങ്ങളത് പരമാവധി കാണണം. കാര്യം റീച്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ സ്കെയിലപ്പ് ടൈം വളരെ പ്രധാനമാണ്. എത്ര സമയം കണ്ടു? 15 മിനിറ്റ് ഇരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ 15 മിനിറ്റും കണ്ടാൽ അതിന് ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് വേറെയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് 2 മിനിറ്റ് 3 മിനിറ്റ് ഇട്ട് ചാടിപ്പോയാൽ കിട്ടുന്ന ബെനിഫിറ്റ് വേറെയാണ്. 8 മിനിറ്റെങ്കിലും ഉള്ള ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ പരസ്യം കയറത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പരസ്യം കയറിയില്ലെങ്കിൽ കമ്പനി നാമമാത്രമായ പൈസ പോലും നമുക്ക് തരത്തില്ല, യൂട്യൂബ് കമ്പനി. അപ്പോൾ പരസ്യം കയറിയാലേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടണമെങ്കിൽ 8 മിനിറ്റ് നമ്മൾ ചെയ്യണം. പക്ഷേ 8 മിനിറ്റോ 10 മിനിറ്റോ ചെയ്താൽ നിങ്ങൾ കയറി കാണാതെയും കൂടി ഇരുന്നാലോ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാതെ റീച്ച് വേണമെങ്കിൽ റീച്ച് ഉണ്ടാക്കി തരണം. അതുപോലെ പരമാവധി ഷെയർ ചെയ്യണം, സബ്സ്ക്രിപ്ഷനെ പിടിച്ചു തരണം. ഇപ്പോൾ 57,000 സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. അതൊരു വലിയ നമ്പറാണ്. പക്ഷെങ്കിലും അത് 1 ലക്ഷമാക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ ചെയ്തു തരണം. പിന്നെ വീഡിയോയ്ക്ക് നമ്മൾക്കൊരു ലെവലിന് വിട്ട് താഴോട്ട് പോയി ഭരണകൂടത്തെ ആയാലും പ്രതിപക്ഷത്തെ ആയാലും രാഷ്ട്രീയ പാർട്ടികളെ ആയാലും ഉദ്യോഗസ്ഥരായാലും വ്യക്തിഹത്യയൊക്കെ നടത്തി പൈസ ഉണ്ടാക്കണമെങ്കിൽ ചാനലിന് പൈസ ഉണ്ടാക്കാം. ആളുകളെ വ്യക്തിഹത്യ നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനമോ ആളുകൾ അഴിമതിയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ സ്വഭാവ ദൂഷ്യമുള്ളവരാണെങ്കിൽ അവരെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്യും, ഞങ്ങൾക്ക് ഇത്ര രൂപ തരണമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളോ നമ്മൾ ഒരു നിലവാരത്തിന് താഴേക്ക് വീഡിയോകൾ കൊണ്ടുപോകാനോ ആഗ്രഹിക്കുന്നില്ല. അത് തമ്പിലായാലും ടൈറ്റിലായാലും സബ്ജക്റ്റുകളുടെ സെലക്ഷനിലായാലും ഒരു മിനിമം സ്റ്റാൻഡേർഡിന് താഴോട്ട് പോകാൻ, ഒരു ആവറേജിന് താഴോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് ചാനൽ നാളെ നിർത്തേണ്ടി വന്നാലും അങ്ങനെ ഒരു ആഗ്രഹം നമുക്കില്ല. കാരണം നമ്മളുടെ ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൃത്യമായി നമ്മളെ സഹായിക്കണം. വളരെ കൃത്യം ഇത് ഒരു പാർട്ട്ണർമാരായി നിങ്ങളെല്ലാവരും വരണം എന്നാണ്. ചെറിയ തുക തരുന്നവർക്കും പാർട്ട്ണർമാരാകാം, വലിയ തുക തരുന്നവർക്കും പാർട്ട്ണർമാരാകാം. ചെറിയ തുക തരുന്നവർക്ക് അതനുസരിച്ചുള്ള ലാഭനഷ്ടങ്ങളായിരിക്കും ഷെയർ ചെയ്യപ്പെടുക, വലിയ തുക തരുന്നവർക്ക് അങ്ങനെയായിരിക്കും ഷെയർ ചെയ്യപ്പെടുക. പിന്നെ ഇതിൻ്റെ നല്ലൊരു ഭാഗം ഷെയർ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഇത് ഞങ്ങളെ ബന്ധപ്പെടണം. ഇതൊരു വലിയ അഭ്യർത്ഥനയായി എടുക്കണം. നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കെല്ലാം അയച്ചു കൊടുക്കണം. അക്കാഡമിഷ്യന്മാരും സാങ്കേതിക വിദഗ്ധരും ശാസ്ത്രജ്ഞന്മാരും റിട്ടയർ ആയിരിക്കുന്ന ഉദ്യോഗസ്ഥരുമൊക്കെ ഇതൊന്ന് കാണുക. ദയവായി നിങ്ങൾ റിട്ടയർ ആയൊക്കെ വിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് ഇത്. നിങ്ങൾ എഴുതാനും സ്ക്രിപ്റ്റ് തയ്യാറാക്കാനും കണ്ടന്റ് തയ്യാറാക്കാനും വീഡിയോകൾ അവതരിപ്പിക്കാനുമൊക്കെ നിങ്ങൾക്ക് അവസരം തരാം. നിങ്ങൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഞങ്ങളോടൊപ്പം വരിക. ഇത് മറ്റൊരു താല്പര്യത്തിലും ഉണ്ടാക്കിയ യൂട്യൂബ് ചാനലോ ഡിജിറ്റൽ ചാനലോ അല്ല. ഇതിൻ്റെ താല്പര്യം പൊതുജന താല്പര്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അംഗനവാടികളുടെ, ആശാ വർക്കേഴ്സിൻ്റെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ, പാചക തൊഴിലാളികളുടെ, അങ്ങനെ ഭിന്നശേഷിക്കാരുടെ, അങ്ങനെ സമസ്ത ലോട്ടറിക്കാരുടെ, സമസ്ത ജനവിഭാഗങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ ചെയ്തു.
എല്ലാവരും കൂടി ഒന്ന് ഒരു കൈ അയച്ച് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ കോടിപതിയാകുമായിരുന്നു, പക്ഷേ അല്ലെങ്കിൽ ലക്ഷാധിപതിയാകുമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല. അത് പോട്ടെ, അതിനകത്ത് നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. കാരണം അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ എന്തായാലും വലിയ രീതിയിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്നാണ്. എല്ലാ മാസവും കുറേശ്ശെ സംഭാവനകളൊക്കെ ഞങ്ങൾക്ക് തന്ന് സഹായിച്ചാൽ തീർച്ചയായിട്ടും ഇത് നന്നായി ഞങ്ങൾ ഇതിൽ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പാർട്ട്ണർമാരാകാൻ വരുന്നവരെ തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ ചാനലിൻ്റെ ഭാഗമാകാൻ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാനലുകളെ വളരെ വിപുലീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സ്റ്റാഫുകളെ വെച്ചും കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയും ക്യാമറ വാങ്ങിച്ചുമൊക്കെ നമുക്ക് വിപുലമായ സന്നാഹത്തിലേക്ക് പോകാം. ഇത് ഒറ്റയ്ക്കാണ് തുഴയുന്നത്. ആ തുഴച്ചിലിന് ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്.